നമ്മുടെ കേരളത്തിൻ്റെ അഭിമാന സ്തംഭമായ തിലകക്കുറിയായി നിൽക്കുന്ന 3 IPSകാരുണ്ട്. ഒന്ന് ജേക്കബ് തോമസ്, 2 നമ്മുടെ ശ്രീലേഖ, മൂന്നാമത്തത് സെൻകുമാർ. അവർ 3 നക്ഷത്രങ്ങളാണ്. എന്നാലും സെൻകുമാറും ശ്രീലേഖയും അടങ്ങുന്ന 2 വലിയ നക്ഷത്ര തിളക്കത്തിൽ ജേക്കബ് തോമസിന് ചെറിയ ഒരു മങ്ങലുണ്ട്, അല്ലെങ്കിൽ ഒരു കങ്ങലുണ്ട്. കാരണം ഇവർ രണ്ടുപേരുമാണ് തിളങ്ങി നിൽക്കുന്നത്. ഇവരുടെ തിളക്കം കൊണ്ടാണ് കേരളത്തിൻ്റെ ആ ബഹുസ്വരതയും മനോഹാരിതയും മനുഷ്യത്വവും ഭരണഘടനയും ഒക്കെ തിളങ്ങുന്നത്. IPSകാരല്ലേ, അപ്പോൾ അവർക്ക് ഭരണഘടനയോട് കൂറും ബാധ്യതയും താല്പര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സെൻകുമാർ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെയും ഈ ഭരണഘടനയെ ശക്തിപ്പെടുത്തുന്നതും പരിപോഷിപ്പിക്കുന്നതും ഉത്സർജിപ്പിക്കുന്നതും എല്ലാമാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് പുണക്കം വന്നു. പുണക്കം വന്നത് വേറൊന്നുമല്ല, ഈ FCRA നിയമം കൊണ്ടുവന്നപ്പോൾ അത് ഏറ്റവും മനോഹരമാണ്, അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്നുള്ള രീതിയിൽ മെത്രാന്മാരും പിതാക്കന്മാരും നെഞ്ചോട് ചേർത്ത് പിടിച്ചില്ല. അങ്ങനെ പിടിച്ചില്ലാത്തതുകൊണ്ട് ദേഷ്യം വന്നു. ആ ദേഷ്യം വന്നെന്ന് മാത്രമല്ല, ഈ പറഞ്ഞ എല്ലാവർക്കും സദാ ഉപദേശങ്ങൾ എന്ന് പറഞ്ഞാൽ BJPയുടെ പ്രസിഡൻറ്റിനും സംഘടനാ ചുമതലയുള്ളവരുടെയൊക്കെ മുകളിലാണ് സാക്ഷാൽ ആരുള്ളത്, ഈ ബഹുമാനപ്പെട്ടവരുള്ളത് എന്ന് മാത്രമല്ല, കേരള സമൂഹം ബഹുമാനപ്പെട്ടവരുടെ അഭിപ്രായത്തിന് വലിയ വിലയാണ് കൽപ്പിക്കുന്നത്. അദ്ദേഹം ഇത്തവണത്തെ ഇലക്ഷന് വളരെ പരസ്യമായി ആഹ്വാനം ചെയ്തിരുന്നു. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിനെതിരെ വോട്ട് ചെയ്യണം. എന്നിട്ട് അദ്ദേഹം ചില സ്ഥാനാർത്ഥികളുടെ പേര് പറഞ്ഞു. എന്നിട്ട് പറവൂരിൽ VD സതീശനെതിരെ വോട്ട് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ഡെമോൺസ്ട്രേഷൻ കാണിച്ചു കൊടുത്തു. സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ അധപ്പതനത്തിൻ്റെ അടിയാധാരം കാണുന്ന ഒരവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയിലൂടെയാണ് ഒരു മുൻ IPS ഉദ്യോഗസ്ഥൻ കടന്നു പോകുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ കുരിപ്പ് വായിക്കാം. കുറിപ്പല്ല, കുരിപ്പ്. കോർ ഹിന്ദുവിനെ വിട്ട് BJP ക്രിസ്ത്യൻ ഔട്ട്റീച്ചിന് പോയപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഇദ്ദേഹത്തിന് മനുഷ്യരെക്കുറിച്ചും മനുഷ്യജീവിതത്തെക്കുറിച്ചും ഒന്നും പറയാനില്ല. ആകെ പറയാനുള്ളതെല്ലാം ഇതിനെക്കുറിച്ചാണ് എന്ന് കേട്ടാൽ തോന്നും ഇയാൾ ജോലി ചെയ്തിരുന്നത് ഹിന്ദു സമാജത്തിലാണ് എന്ന് തോന്നിപ്പോവും. ഛത്തീസ്ഗഡ് പ്രശ്നം വന്നപ്പോൾ ഞാൻ പോസ്റ്റ് ഇട്ടതാണ്, ലൈറ്റ് ഇട്ടില്ല, പോസ്റ്റ് മാത്രമേ ഇട്ടുള്ളൂ. പിന്നെ കേരളത്തെപ്പറ്റി ABCD അറിയാത്ത പ്രസിഡൻറ്റും മറുത്തു പറയാത്ത അനുചരവൃന്ദവും ഇന്ന് കേരളം BJPയെ എവിടെ എത്തിച്ചു ആണ്. ഈ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖറിന് കേരളത്തെക്കുറിച്ച് വലിയ അറിവില്ല. ബഹുമാനപ്പെട്ടവരെ പ്രസിഡൻ്റ് ആക്കുകയോ രാജ്യസഭയിലേക്ക് കൊണ്ടുപോവുകയോ ഗവർണറാക്കുകയോ ചെയ്യുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് മാത്രമല്ല, ഷോൺ ജോർജും PC ജോർജും പറഞ്ഞ കാര്യങ്ങൾ വളരെ ശരിയാണ്. അവർ രണ്ടുപേരും പറഞ്ഞത് ഈ സന്ദർഭത്തിൽ വളരെ നന്ദിയോടെ കൃതാർത്ഥതയോടെ സെൻകുമാർ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നു. വാസ്തവത്തിൽ ആർക്കാണ് എല്ലാ ആനുകൂല്യങ്ങളും എടുക്കുന്നതല്ലാതെ അതിന് തക്കതായ എന്തെങ്കിലും തിരിച്ചു ചെയ്യുന്നുണ്ടോ? എല്ലായ്പ്പോഴും ലാഭം മാത്രം എടുക്കുന്ന സ്വഭാവം. എന്ന് വെച്ചാൽ മെത്രാന്മാർക്കും പള്ളിയിൽ അച്ഛന്മാർക്കും ചെലവിനുള്ള കാശ് എല്ലാ ദിവസവും ഇവരെല്ലാം കഷ്ടപ്പെട്ട് പള്ളിമേടകളിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അത് വാങ്ങിച്ച് തിന്നുന്നതല്ലാതെ യാതൊരു നന്ദിയും തിരിച്ചവർക്ക് കൊടുക്കുന്നില്ല. അതെല്ലാ ദിവസവും കവറിലിട്ട് കൊടുത്തയക്കുന്നത് സെൻകുമാർ സാറാണ്. ഇവരുടെ ഒന്നും സഹായമില്ലെങ്കിലും ഇന്ത്യ ഭരിക്കാൻ BJPക്ക് സാധിക്കും എന്നുകൂടി ഇവർ മനസ്സിലാക്കണം. അതൊരു വലിയ അറിവായിപ്പോയി. അതായത് കേരളത്തിലെ ഈ ക്രിസ്ത്യൻ നേതൃത്വത്തിൻ്റെ പിന്തുണ ഇല്ലെങ്കിൽ പോലും ഇന്ത്യ ഭരിക്കാൻ അവർക്ക് സാധിക്കും എന്നാണ് എല്ലാവരും അറിയണം എന്നുള്ളതാണ് പുള്ളിയുടെ സമാധാന പ്രഖ്യാപനം. അവരുടെ ലാഭത്തിന് വേണ്ടിയാണ്. അതായത് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ കയ്യിൽ നിന്നും അവരെ രക്ഷിക്കുന്നത് BJP മാത്രമാണ്. അതുകൂടെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയണമായിരുന്നു. അത് കറക്റ്റാണ്. ലോകത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഇസ്ലാമിക സ്റ്റേറ്റിൽ നിന്നും ക്രിസ്ത്യാനികളെ രക്ഷിക്കാൻ വേണ്ടി അവരുടെ സാമ്പത്തിക സഹായം ലഭിക്കുന്ന ജീവകാരുണ്യത്തിന് ഉപയോഗിക്കുന്ന പണത്തിൻ്റെ സ്രോതസ്സുകളെല്ലാം അടയ്ക്കുക. കാരണം ഇല്ലെങ്കിൽ ആ കാശ് വന്നിരിക്കുമ്പോൾ ഇസ്ലാമിക സ്റ്റേറ്റുകാർ തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. പിന്നെ അവർ പുറത്തേക്കിറങ്ങി എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ കൂട്ടം ചേർന്നവരെ അടിച്ച് ഓടിച്ചു കഴിഞ്ഞില്ല. എന്തിനാണെന്നറിയാമോ ഓടിക്കുന്നത്? ഓടിച്ചവരങ്ങ് വീട്ടിൽ കയറിയില്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റുകാർ വന്ന് അടിക്കും അവരെ. അതുകൊണ്ടാണ് നമ്മൾ പിള്ളേരൊക്കെ പുറത്തിറങ്ങുമ്പോൾ 2 കൊച്ചടി കൊടുത്ത് കയറാ എന്നും പറഞ്ഞ് കയറ്റത്തില്ലേ, വലിയ അപകടം പറ്റാതിരിക്കാൻ. അങ്ങനെ കയറ്റും. പിന്നെ ചിലരെ പിടിച്ച് ജയിലിലിടും. അത് പുറത്ത് ഇസ്ലാമിക് സ്റ്റേറ്റുകാർ ആക്രമിക്കാതിരിക്കാനാണ്. ഇങ്ങനെയൊക്കെ നമ്മുടെ പിതാക്കന്മാരും മെത്രാന്മാരും വിശ്വസിക്കണം, സമുദായവും വിശ്വസിക്കണം. ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന എല്ലാ സീറ്റുകളും അവരുടെ യാതൊരു സഹായവും ഇല്ലാതെയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി എല്ലാവരും കാണിച്ചാൽ നന്ന്. അതാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യം കിട്ടുന്ന സീറ്റ് മൊത്തം അവരുടെ വോട്ടില്ലാതാണ് കിട്ടുന്നത് എന്നുള്ളത് എല്ലാവരും
മനസ്സിലാക്കിയിരുന്നാൽ കൊള്ളാം എന്നാണ് ബഹുമാനപ്പെട്ട സെൻകുമാർ സാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. സാറ് ഈ സംസ്ഥാനത്തിൻ്റെ ഒരു അമൂല്യ സമ്പത്താണ്. സാറെ സംരക്ഷിക്കപ്പെടണം. സാറിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. സാർ ഇനിയും ഈ രാജ്യത്തിന് ദിശാബോധം നൽകുന്ന രീതിയിൽ എഴുതണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.